സംസ്ഥാന ശിശുക്ഷേമ സമിതി സ്ഥാപിച്ച രണ്ടാമത്തെ ഹൈടെക് അമ്മത്തൊട്ടിലുള്ള എറണാകുളത്താണ് ഈ സംഭവം. എന്നാൽ ഇന്ന് ജനറൽ ആശുപത്രിയിൽ ഒരുക്കിയ അമ്മത്തൊട്ടിൽ പ്രവർത്തനരഹിതമാണ്. പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് 3 മാസത്തിലേറെയായി. എന്താണ് അമ്മത്തൊട്ടിലിന് സംഭവിച്ചത് എന്നത് നമുക്ക് നോക്കാം. ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ശ്യാം ദേവരാജ്, ഗുഡ് ഈവനിങ്. ഈ നവജാത ശിശുവിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ആ കുഞ്ഞിനെ അമ്മ എവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കണമായിരുന്നു എന്ന് ഉപദേശിക്കാൻ നോക്കുമ്പോൾ ആ പോകേണ്ട, കൊണ്ടുചെന്ന് കുഞ്ഞിനെ വെക്കേണ്ട അമ്മത്തൊട്ടിൽ അത് കഴിഞ്ഞ 3 മാസമായി പ്രവർത്തന രഹിതമാണ്. എന്തുകൊണ്ടാണ് ഒരു സെൻസർ നന്നാക്കാൻ ഇത്രയും സമയമെടുക്കുന്നത്? അതും ഹൈടെക്കായ ഒരു സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ അതിന് തകരാറുണ്ടായാൽ അത് പരിഹരിക്കാൻ 1-2 ദിവസം കൊണ്ട് സാധിക്കുന്നതല്ലേ ശ്യാം? ഗുഡ് ഈവനിങ് സുജയ ഭാഗവതി. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. കുഞ്ഞുങ്ങളെ എവിടെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന ചോദ്യത്തിന് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കേണ്ടത്, കുഞ്ഞുങ്ങളെ വളർത്താൻ പോറ്റാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാത്ത അമ്മമാർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കേണ്ടത് അമ്മത്തൊട്ടിലാണ് എന്നാണ് സർക്കാർ പറയുന്നത്. സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിലാണ് ഈ അമ്മത്തൊട്ടിലുകൾ ആരംഭിച്ചത്. അത്തരമൊരു അമ്മത്തൊട്ടിൽ രണ്ടാമത്തെ ഹൈടെക് അമ്മത്തൊട്ടിലാണ്. നമുക്കതിൻ്റെ ശിലാഫലകം പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം. 2020 ജൂലൈ 16 ഉദ്ഘാടനം ചെയ്തതാണ്. അന്ന് കെ ശൈലജ ടീച്ചറായിരുന്നു ആരോഗ്യ വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ് മന്ത്രി. അന്ന് ജോൺ ഫെർണാണ്ടസ് MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഉള്ള ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ എറണാകുളത്ത് ജനറൽ ആശുപത്രിയുടെ പിന്നിലുള്ള അമ്മത്തൊട്ടിൽ ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ ഏതാണ്ട് 4 വർഷത്തോളമാകുന്നു അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. പക്ഷേ കഴിഞ്ഞ 3 മാസത്തോളമായി അല്ലെങ്കിൽ 3 മാസത്തിലധികമായി എറണാകുളം ജില്ലയിലെ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിലുള്ള അമ്മത്തൊട്ടിൽ പ്രവർത്തന രഹിതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് എറണാകുളം ജനറൽ ആശുപത്രിയുടെ തൊട്ട് പിന്നിലുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ വാതിലിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്കറിയാം അമ്മത്തൊട്ടിൽ പ്രവർത്തനരഹിതമാണ് എന്ന് ഒരു കൈകൊണ്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായി കാണുന്ന സ്ഥിരമായ കാഴ്ച ഇത് തന്നെയാണ്. അതിന് തൊട്ടപ്പുറത്താണ് അമ്മത്തൊട്ടിൽ. ഇവിടെ ഒരു സെൻസർ സംവിധാനത്തിലാണ് ഈ ഹൈടെക് അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ രണ്ടാമത്തെ അമ്മത്തൊട്ടിലാണ്. ഈ അമ്മത്തൊട്ടിലിൻ്റെ പ്രത്യേകത, അമ്മയും കുഞ്ഞും നവജാത ശിശുവിനെ അമ്മ കൊണ്ടുവരുമ്പോൾ തന്നെ ഇതിൻ്റെ സെൻസർ പ്രവർത്തിക്കേണ്ടതും ഒപ്പം ഈ വാതിൽ തുറക്കേണ്ടതുമാണ്. അതിനുശേഷമാണ് ഇതിനുള്ളിലുള്ള ബെഡിലേക്ക് കുട്ടിയെ വെക്കേണ്ടത്. കുട്ടിയെ വെച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും ഇതിനുള്ളിൽ നിന്ന് അത് സെൻസർ ചെയ്യുകയും കുട്ടി ഇതിനുള്ളിൽ ഉണ്ട് എന്ന കാര്യം സെൻസർ ചെയ്യുകയും അതിന് തൊട്ടു പിന്നാലെ ഈ കുട്ടിയെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്തോ എന്ന കാര്യം 3 തവണ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ചോദിച്ച് അത് അന്തിമമായൊരു തീരുമാനമാണ് എന്ന് വന്നാൽ, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പേ വേണമെങ്കിലും കുഞ്ഞിനെ തിരിച്ചെടുക്കാം. അതല്ല, കുഞ്ഞിനെ തിരിച്ചെടുക്കുന്നില്ല എങ്കിൽ ഈ വാതിലുകൾ തന്നെത്താനെ അടയുകയും ഇതിൻ്റെ സെൻസർ വഴി ഇത് ക്യാമറയുണ്ട്. ആ ക്യാമറയിൽ കുഞ്ഞിനെ ഈ തൊട്ടിലിൽ കിടത്തിയിരിക്കുന്നതിൻ്റെ ചിത്രം ആദ്യം പതിയും. അത് ജില്ലാ കളക്ടർക്കടക്കം അതിൻ്റെ നിർദ്ദേശങ്ങൾ വാട്സപ്പിൽ പോകും. ഇവിടെ ആശുപത്രിയിലേക്കും അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പോകേണ്ടതാണ്. അങ്ങനെയാണ് കുഞ്ഞിനെ ഇവിടെ ഉണ്ട് എന്ന് അറിയേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു അറിയാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. ഇവിടുത്തെ സെൻസർ കേടാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അങ്ങനെ സെൻസർ കേടായതുകൊണ്ടാണ് എറണാകുളം ജനറൽ ആശുപത്രിക്ക് പിന്നിലുള്ള അമ്മത്തൊട്ടിൽ, ഹൈടെക് അമ്മത്തൊട്ടിൽ പ്രവർത്തന രഹിതമായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇത് മാസങ്ങളോളമായി ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിലാണ് ഒരു കുഞ്ഞിനെ, നവജാത ശിശുവിനെ അമ്മ റോഡിലേക്ക് വലിച്ചെറിയുന്ന ഏറ്റവും ക്രൂരമായ കാഴ്ചയുണ്ടായത്. കുഞ്ഞിനെ പോറ്റാൻ കഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിനെ വളർത്താൻ താല്പര്യമില്ലെങ്കിൽ അവർക്കുള്ള ഉത്തരമാണ് അമ്മത്തൊട്ടിൽ. ശ്യാം ദേവരാജ്, ഇപ്പോൾ നിൽക്കുന്ന ആ അമ്മത്തൊട്ടിൽ കെട്ടിടത്തിന്റെ ആ മുൻഭാഗത്ത് എന്താണ് കിടക്കുന്നത്? അവിടെ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ അവശിഷ്ടങ്ങൾ വരെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉടനെയൊന്നും നന്നാക്കാൻ ഭാവമില്ലെന്നാണോ? ശ്യാം, ഇപ്പോൾ നിൽക്കുന്നതിന്റെ വലതുഭാഗത്തൊക്കെ കിടക്കുന്നത് എന്താണ് ശ്യാം? തീർച്ചയായും അത് തന്നെയാണ്. ഞാൻ അക്കാര്യത്തിലേക്ക് കൂടി വരികയാണ്. കാരണം എൻ്റെ ഇടതുവശത്തും വലതുവശത്തും, അതായത് അമ്മത്തൊട്ടിലിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ 2 ഭാഗത്തും ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതിൻ്റെ അവശിഷ്ടങ്ങളാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അത് ഇതിൻ്റെ അമ്മത്തൊട്ടിലിൻ്റെ മുറ്റത്തും അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. മാത്രമല്ല, അമ്മത്തൊട്ടിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാതിൽ എന്നത് ഇവിടേക്ക് കടന്നു വരാനുള്ള ഗേറ്റ്, ഈ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് ഒരു താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസങ്ങളിലധികമായി അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ 2 കാര്യങ്ങൾ കൂടി നമുക്ക് ഈ പരിസരത്ത് ശ്രദ്ധിക്കാനാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൂട്ടിയിട്ടിരിക്കുന്ന അവശിഷ്ടങ്ങൾ മുഴുവൻ എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിയിലെ അവശിഷ്ടങ്ങളാണ്. ആ അവശിഷ്ടങ്ങൾ വന്ന് തള്ളാനുള്ള ഒരിടമായി അമ്മത്തൊട്ടിൽ മാറിയിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കേണ്ട ഇടത്തു നിന്ന് ആശുപത്രി അവശിഷ്ടങ്ങൾ തള്ളേണ്ടുന്ന ഒരിടമായി മാറിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇവിടെ ഏറ്റവും വിശാലമായ അല്ലെങ്കിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകേണ്ട ഒരിടത്താണ് ഇങ്ങനെ ഈ
പൊടി മൺകൂന ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്, ആശുപത്രിയുടെ അവശിഷ്ടങ്ങൾ, പൊളിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ, കെട്ടിടാവശിഷ്ടങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരു വളരെ നല്ല ശ്യാം ദേവരാജ്, ഇക്കാര്യത്തിൽ എന്താണ് അധികൃതർക്ക് പറയാനുള്ളത് എന്നുള്ളത് ശിശുക്ഷേമ സമിതിക്ക് ഇക്കാര്യത്തിൽ ഒരു മറുപടി ഉണ്ടാകുമല്ലോ. ആ മറുപടിയിലേക്ക് കൂടി പോകണം. കാരണം ഇങ്ങനെ ഒരു സ്ഥലം 3 മാസമായതും ഹൈടെക്കായ ഒരു സംവിധാനം ഒരുക്കിയിട്ട് അത് നന്നാക്കാനായി താല്പര്യമില്ലേ? അതോ ഈ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് അതിങ്ങനെ മോശമായി കിടക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അതിന് ഉത്തരം പറയേണ്ടത് ശിശുക്ഷേമ സമിതിയാണ്. അധികൃതരുടെ മറുപടി ആ വിഷയത്തിൽ തേടൂ ശ്യാം. നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ അതിന്റെ പ്രതികരണങ്ങളിലേക്കും പോകാം.